ഒരുപക്ഷെ മോഹൻലാൽ, മുകേഷ് ഈ രണ്ട് വ്യക്തികളൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിക്കുന്ന മുകേഷിലൂടെയാണ്. ഞാൻ മുകേഷ് ഹീറോയും ഞാൻ വില്ലനുമായി ഒരുപാട് സിനിമ അഭിനയിക്കുന്നു. പ്രിയപ്പെട്ട മുകേഷ് ഒരു സാധാരണക്കാരനാണ്, ട്രോളൊന്നും അടിക്കണ്ട. കാരണം എന്തറിയാം, അയാളൊരു മനുഷ്യനാണ്. 1:30 മണിക്ക് വിളിച്ചാൽ വേറെ പണിയില്ലേടാന്ന് ചോദിക്കും. അതിന് ഒരു തെറ്റുമില്ല. 1:30 മണിക്ക് ഫോൺ വിളിച്ചവന്റെ ഫോൺ എടുത്തതാണ് തെറ്റ് എന്ന് ഞാൻ പറയും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മക്കളും ബിജെപിയിൽ ചേർന്നു. എങ്ങനെ വിശ്വസിക്കും? കൊല്ലത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളൊരു UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു വിട്ടാൽ അയാൾ 5 കൊല്ലവും ബിജെപിക്കെതിരെ പോരാടുമെന്ന് ഉറപ്പ് പറയാൻ ഇവിടെ ഇരിക്കുന്നവർക്കോ, എന്തിന് പുറത്തു നിൽക്കുന്നവർക്കോ, UDFകാർക്കോ ആ സ്ഥാനാർത്ഥിക്കെങ്കിലും കഴിയുമെങ്കിൽ അവർ പറയുന്ന ഏത് പണിയും ചെയ്യാം. സ്തുതി പാടുകയാണ് നരേന്ദ്രമോദിക്ക്. സ്വകാര്യ സംഭാഷണങ്ങളിൽ സ്തുതി പാടുന്ന കൊല്ലം പാർലമെന്റിലെ UDF സ്ഥാനാർത്ഥി. വിരുന്നുണ്ണാൻ പോയതൊന്നും നമുക്ക് പ്രശ്നമല്ല. വിരുന്നുണ്ണാൻ എന്ത് തേങ്ങയാണ്? അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ ഒരു ഹിന്ദി പടത്തിൽ പറയും, ഫ്രീ ആയിട്ട് ഫുഡുണ്ടോ എന്നാൽ 100 കിലോമീറ്റർ വേണം കാർ പിടിച്ചു പോകാന്ന് പറയുന്ന പോലെ ചിലർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് തിന്നാൻ എവിടെയും പോകും. അങ്ങനെ ഫ്രീ ആയിട്ട് തിന്നാൻ പോയതിനെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ വിധേയത്വം, അടിമത്വം, ഇവിടെ നമുക്കറിയാം. ഇവിടുത്തെ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തപ്പോഴൊക്കെയുള്ള സംഭവങ്ങൾ അറിയാം. എല്ലാം നരേന്ദ്രമോദിയുടെ പക്ഷത്താണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ബിജെപിയോടൊപ്പമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ BJP ചേരാൻ കൂടെ നടക്കുന്ന ചവറയിലെ തോറ്റ സ്ഥാനാർത്ഥിയുടെ അനുവാദം പോലും വേണ്ട. അയാൾ ഇതിനേക്കാളും വലിയ BJP ഭക്തനാണ്. മന്ത്രിയായിരിക്കെ ഷിബു ബേബി ജോൺ ഗുജറാത്ത് സന്ദർശിച്ചു പറഞ്ഞു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇയാൾ മന്ത്രിയാ, അവിടൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം. കൊതിയല്ല, കച്ചവടക്കാരന്റെ കൊതിയെല്ലാം ഗുജറാത്തിൽ കിടക്കുക. അവിടെ കണ്ടു പഠിക്കാനൊന്നുമില്ല. പാവപ്പെട്ടവര് സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിട്ട് തെരുവിൽ റോഡിന്റെ സൈഡില് ടാർപ്പ വലിച്ചു കെട്ടി കിടക്കുകയാണ്. വലിയ പാലങ്ങളുടെ, മോഡി പണിത വലിയ പാടങ്ങളുടെ അടി കിടക്കുകയാണ്. ഗുജറാത്തിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം. BJPക്കാർക്ക് തർക്കമുണ്ടെങ്കിൽ എന്റെ മൊബൈൽ ഫോണിൽ കിടപ്പുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ. തെരുവിലാണ് ഉറങ്ങുന്നത്. കേരളത്തിൽ ആരെങ്കിലും തെരുവിൽ ഉറങ്ങുന്നുണ്ടോ? ലക്ഷക്കണക്കിന് ലൈഫ് ഭവന പദ്ധതികൾ നടപ്പിലാക്കിയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. ആ പദ്ധതിയിലൂടെ ആരെങ്കിലും തെരുവിൽ കിടക്കുന്നുണ്ടോ? കേരളത്തിൽ ആർക്കെങ്കിലും പട്ടിണിയുണ്ടോ, ദാരിദ്ര്യമുണ്ടോ? പെൺകുട്ടികളെയും കൊണ്ട് തെരുവോരത്ത് കയർ കെട്ടിലിട്ട് കിടക്കുന്ന അമ്മമാരെയും രക്ഷകർത്താക്കളെയും നമുക്ക് ഗുജറാത്തിൽ കാണാൻ കഴിയും. നഗരത്തിലല്ല, നഗരം അങ്ങോട്ട് വിട്ടാൽ കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നത്, ദീർഘിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നു, ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി സംസാരിക്കുന്നു. ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടി, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങൾ, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ദളിതരും ജൈനരും ബുദ്ധമതക്കാരും സിഖ് മതക്കാരും എല്ലാവരും സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഭാരതം എന്ന നമ്മുടെ സ്വപ്നമുണ്ട്. വൈവിധ്യങ്ങളുടെ ഏകത്വമായ ഭാരതം എന്ന ഭരണഘടനയിൽ അതിന്റെ സങ്കല്പമുണ്ട്. ആ ഭരണഘടന രക്ഷിക്കാൻ, ഭാരതത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, മതേതരത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യങ്ങളൊപ്പം അണിനിരക്കണം. 20 പാർലമെന്റ് സീറ്റിലും ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമ്പോൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന നമ്മുടെ പ്രിയങ്കരനായ മുകേഷ്, ഒരുപക്ഷെ മോഹൻലാൽ, മുകേഷ് ഈ രണ്ട് വ്യക്തികളൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിക്കുന്ന മുകേഷിലൂടെയാണ്. ഞാൻ മുകേഷ് ഹീറോയും ഞാൻ വില്ലനുമായി ഒരുപാട് സിനിമ അഭിനയിക്കുന്നു. പ്രിയപ്പെട്ട മുകേഷ് ഒരു സാധാരണക്കാരനാണ്, ട്രോളൊന്നും അടിക്കണ്ട. കാരണം എന്തറിയാം, അയാളൊരു മനുഷ്യനാണ്. 1:30 മണിക്ക് വിളിച്ചാൽ വേറെ പണിയില്ലേടാന്ന് ചോദിക്കും. അതിന് ഒരു തെറ്റുമില്ല. 1:30 മണിക്ക് ഫോൺ വിളിച്ചവന്റെ ഫോൺ എടുത്തതാണ് തെറ്റ് എന്ന് ഞാൻ പറയും. പറയാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. 1:30 മണിക്കല്ല ഒരാളെ വിളിച്ച് ശല്യം ചെയ്യേണ്ടത്. മനുഷ്യൻ തളർന്നു വന്നിരുന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യാൻ ഇഷ്ടപ്പെടും? ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് സഹോദരിമാരൊക്കെ ഇഷ്ടപ്പെടും? ഇവിടെ ഇങ്ങനെ ചെറുപ്പം 1:30 മണിക്ക് ആവശ്യമില്ലാത്ത കാര്യം പറയാൻ സമയമുണ്ടല്ലോ, നേരം വെളുത്ത് സൂര്യ ഉദിച്ചു കഴിഞ്ഞ സമയമുണ്ടല്ലോ, അപ്പോഴല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുടെ കുറ്റം, ഒരു MLA ഒക്കെ ശരിയാ എന്ന് കരുതി 1:30 മണിക്ക് ഉറങ്ങാനും സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും നടക്കുന്നത്. അതിന് ആ വക ന്യായങ്ങളും അത്തരം ട്രോളുകളും ഒന്നും മുഖവിലേക്ക് ഇടകണ്ട. ഈ കേരളത്തിലെ പത്രങ്ങൾ പറഞ്ഞത്, സോഷ്യൽ മീഡിയ പറഞ്ഞത് പലതും തട്ടിപ്പായിരുന്നു എന്ന് കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. ഒരു ഗവൺമെന്റ്, ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രധാനം. അത് പരിഗണിച്ചുകൊണ്ട് പ്രിയങ്കരനായ മുകേഷ് കഴിഞ്ഞ 8 വർഷവും കൊല്ലം അസംബ്ലി മണ്ഡലത്തിന് വേണ്ടി ചർച്ചയുടെ നല്ല കാര്യങ്ങൾ, ഗുരുദേവന്റെ നാമത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച കൺവെൻഷൻ സെന്റർ അടക്കം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത മുകേഷിന്റെ വികസന പ്രവർത്തനം മുന്നിൽ കണ്ടുകൊണ്ടുകൊണ്ട് അഭിമാനത്തോടെ പറയാം, മുകേഷിനെ നിങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിങ്ങളുടെ സ്നേഹമുള്ള ഒരു സഹോദരനായി, നിങ്ങളെ ചിരിപ്പിക്കുന്ന, നിങ്ങളെ രസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന മുകേഷിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.